നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചിരിക്കെ വിജയത്തോളം സന്തോഷിക്കാവുന്ന മുന്നേറ്റമുണ്ടാക്കിയിരിക്കുകയാണ് PV അൻവർ. LDFനെ പരാജയപ്പെടുത്തുക, കൂടുതൽ വോട്ട് നേടി കരുത്തു കാട്ടുക. അൻവർ ആഗ്രഹിച്ച രണ്ട് കാര്യവും യാഥാർത്ഥ്യമായതോടെ ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരയായത് സ്വതന്ത്രനായി മത്സരിച്ച മുൻ MLA തന്നെ. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 20,000-നടുത്താണ് അൻവറിന് ലഭിച്ച വോട്ടുകൾ. ഇടത് വലത് മുന്നണികൾ അങ്ങേയറ്റം വാശിയോടെ മത്സരിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് ഇത്രയേറെ വോട്ടുകൾ നേടാനാവുക എന്നതും ഒട്ടും കുറച്ചു കാണാനാകില്ല. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 20,000-നടുത്താണ് അൻവറിന് ലഭിച്ച വോട്ടുകൾ. ഇടത് വലത് മുന്നണികൾ അങ്ങേയറ്റം വാശിയോടെ മത്സരിച്ച ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയേറെ വോട്ടുകൾ നേടാനാവുക എന്നത് ഒട്ടും കുറച്ചു കാണാനാകില്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സാഹചര്യമായിരുന്നു നിലമ്പൂരിൽ. LDFിൽ നിന്ന് പുറത്തായി, UDFിൽ പ്രവേശനവും ലഭിച്ചില്ല. ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം തന്നെ ചോദ്യചിഹ്നമാകുന്ന സാഹചര്യം. എന്നാൽ നിലമ്പൂരിലെ ജനതയ്ക്ക് തന്നിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് അൻവർ തെളിയിക്കുന്നതായി പോരാട്ട ചുവടിലും അൻവർ സ്വന്തമാക്കിയ 20,000-ഓളം വോട്ടുകൾ. 2021-ൽ LDF സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ 81,227 വോട്ടാണ് അൻവറിന് ലഭിച്ചത്. 2,700 വോട്ടിനായിരുന്നു വിജയം. ഇത്തവണ ഒടുവിലെ വിവരം ലഭിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് ലഭിച്ചത് 65,601 വോട്ടാണ്. കഴിഞ്ഞ തവണ അൻവറിന് സ്വന്തം നിലയ്ക്ക് ലഭിച്ച വോട്ടുകൾക്ക് ഒരു ഇളവും തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല 5,000-ലേറെ വോട്ടുകൾ അധികം നേടാനുമായി. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെല്ലാം അമിതമായ വിജയപ്രതീക്ഷയ്ക്ക് പകരം കൃത്യമായി താൻ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് അൻവർ മുന്നോട്ട് വെച്ചത്. പിണറായി സത്തിനെതിരായ വോട്ടാണ് തനിക്ക് ലഭിക്കുകയെന്നാണ് ഓരോ സമയത്തും അൻവർ പറഞ്ഞിരുന്നത്. താൻ ജയിച്ചില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിക്കണമെന്നും വോട്ടെടുപ്പിന് പിന്നാലെ പറഞ്ഞിരുന്നു. അങ്ങനെ അൻവർ ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങളും ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നിലമ്പൂരിലെ മിന്നും പ്രകടനത്തിന്റെ തിളക്കത്തിൽ അൻവറിന് ഇനിയും UDFനെ സമീപിക്കാനാകും. അതിനുള്ള സാധ്യതകൾ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇന്നലെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അൻവർ കൂടെ നിന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ എന്നും അൻവറിന് മുന്നിൽ ആരും വാതിൽ കൊട്ടിയടിച്ചിട്ടില്ലെന്നുമാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്ന് പ്രവചിച്ചവരുടെ കണക്കുകൂട്ടലുകളെല്ലാം കാറ്റിൽ പറന്നിരിക്കുകയാണ്. അൻവറിന്റെ ഈ ഹീറോയിസത്തിന് എത്ര മാർക്ക്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.